പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസേനയിൽ നമുക്ക് അടുത്തു ചെല്ലാം. ആമേൻ. ഈ പ്രഭാതം സങ്കീർത്തനക്കാരൻ പാടുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഏതൊന്നിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒരു നല്ല അടിസ്ഥാനം ആവശ്യമാണ്. ഒരു വീടായാലും കെട്ടിടമായാലും അത് നിലനിൽക്കണമെങ്കിൽ അതിന് നല്ല അടിസ്ഥാനം ആവശ്യമാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ ഇടാതെ മറ്റുള്ളവർ കാണത്തക്ക നിലയിലുള്ള മറ്റു ഭാഗങ്ങൾ മാത്രം നന്നായിരുന്നാലും പ്രതികൂലങ്ങൾ അതിമേൽ ആഞ്ഞടിക്കുമ്പോൾ ആ പണികൾ തകർന്നു വീഴുക തന്നെ ചെയ്യും. നല്ല നിലയിൽ അടിസ്ഥാനങ്ങൾ ഇടാതെ കാഴ്ചയ്ക്ക് മനോഹരമായി പണിതിരുന്ന അനേക പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീഴുന്നതും അത് നിമിത്തം അനേക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും നാം പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ വചനപ്രകാരം അടിസ്ഥാനമില്ലാത്ത കൂട്ടങ്ങളിലും സമൂഹങ്ങളിലും അകപ്പെട്ട് ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ ശ്രമിക്കുന്നവർ ഒടുവിൽ ലജ്ജിക്കേണ്ടതായി വരും. നമ്മുടെ അടിസ്ഥാനം ഏതായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും തിരുവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. അത് നാം ശ്രദ്ധിക്കുക തന്നെ വേണം. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസം ആകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിതിരി വരുന്നു. നാം പോകുന്ന സമൂഹങ്ങളിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പുള്ളതല്ല. അതുപോലെ സുവിശേഷത്തിന് പുറത്തുള്ള പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ കീഴ്വഴക്കങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ആകുവാനും പാടുള്ളതല്ല. ദൈവത്തിൻ്റെ സഭയായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. എല്ലാറ്റിലും ഉപരിയായി യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആമേൻ. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകും. ലോത്ത് അതിന് നല്ല ഒരു ഉദാഹരണമാണ്. ദുഷ്ടന്മാരുടെ അടിസ്ഥാനങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. മദ്യപാനികളുടെ അടിസ്ഥാനം ഒരിക്കലും നിലനിൽക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ആഡംബര ജീവിതങ്ങളിൽ ഈ ലോകമോഹങ്ങളിൽ സ്തോത്രം അടിസ്ഥാനം വെച്ചിരിക്കുന്നവർ ഒരിക്കലും അവിടെ അടിസ്ഥാനം നിലനിൽക്കുകയില്ല. ആ അടിസ്ഥാനങ്ങളെല്ലാം തകർന്നു പോകുവാനിടയാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഏത് ശുശ്രൂഷകളിൽ നടന്നാലും പുതിയ ഉപദേശങ്ങൾ ആര് ഉപദേശിച്ചാലും 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, യേശു കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? രണ്ടാമതായി, യേശുവോ അപ്പോസ്തലന്മാരോ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമതായി, വചനത്തിൽ ഇതിനെ സംബന്ധിച്ച് ഉപദേശം വല്ലതുമുണ്ടോ? ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ നാം അത് പാടെ ഉപേക്ഷിക്കണം. നമ്മുടെ അടിസ്ഥാനക്കല്ലും മൂലക്കല്ലും ക്രിസ്തു തന്നെ ആയിരിക്കണം. ആകയാൽ പ്രിയ ദൈവവൈതലേ, ലോകത്തിലുള്ള എല്ലാ പണികളും അടിസ്ഥാനങ്ങളും ഒരു ദിവസം ഇളകിപ്പോകും. ഭൂമിയുടെയും അടിസ്ഥാനങ്ങൾ ഇളകും. എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കൊരിക്കലും ഇളക്കമുണ്ടാകുകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത് കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടുകയില്ല. ഈ അടിസ്ഥാനത്തിന് ഒരിക്കലും ഓടിപ്പോകില്ല. വിശ്വാസവചനത്തിൽ നിന്നും ഒരിക്കലും ഓടിപ്പോകില്ല, തെറ്റിപ്പോകില്ല. ഈ ലോകത്തിലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞാലും ഒരു ഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കും. യേശു തൻ്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനുമെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ഈ പ്രഭാതം നമ്മുടെ ആശ്വാസനായകനായ യേശുവിൽ നമ്മുടെ അടിസ്ഥാനമിടാം. ഈ പ്രഭാതം സ്തോത്രം വചനത്തോടുകൂടെ നമുക്ക് പറയാം, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും?
ഇന്നത്തെ നീതിമാന്മാർ എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കും. ആമേൻ. അടിസ്ഥാനം ഇളകിയ അനേക ദൈവക്കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ദൈവമക്കളെന്ന് പറയുന്ന ആത്മീയരെന്ന് പറയുന്ന അനേകരെ നമുക്ക് നാൾതോറും കാണുവാൻ കഴിയും. നാൾതോറും ഉപേക്ഷിച്ചതിനെയെല്ലാം വീണ്ടും തിരിച്ചെടുക്കുന്ന സ്വഭാവം, പാപത്തെ വിട്ട് വീണ്ടും ആ പാപത്തിലേക്ക് വീഴുന്ന സ്വഭാവം, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് ക്രിസ്തുവിലായെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകുന്നവർ എത്രയോ പേർ. ഇന്ന് പ്രഭാതത്തിൽ വാത്സല്യ കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവത്തിൽ അടിസ്ഥാനമിടാം, വചനത്തിൽ അടിസ്ഥാനമിടാം, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാം. നിത്യതയോളം എത്തുവോളം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസത്തിനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് കർത്താവേ, ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും എല്ലാവരും ക്രിസ്തു അടിസ്ഥാനത്തോടുകൂടെ നിൽപ്പാൻ, കർത്താവെ വചനത്തിൻ്റെ അടിസ്ഥാനത്തോടുകൂടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.